നമസ്കാരം. ന്യൂസ് ഫോർ കേരള ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടി വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. 250 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്നുള്ള വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. റസൂൽ പൂക്കുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ന്യൂസ് ഫോർ കേരളയുടെ ഫ്ലോറിലേക്ക്. നമസ്കാരം. നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പം സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ തൗഫീഖ്, എന്താണ് തൗഫീഖ് ഈ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത്? ഇപ്പൊ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ എന്നതാണ് നിങ്ങളുടെ ചോദ്യം. നമുക്കറിയാം, ഓസ്കാർ ജേതാവാണ് റസൂൽ പൂക്കുട്ടി. ആ റസൂൽ പൂക്കുട്ടി സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം കൃത്യമായിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയ്ക്ക് റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു നാമധേയം നൽകി. ആ നാമധേയത്തിന്റെ പേരിൽ ഈ ഓസ്കാർ ജേതാവാണല്ലോ റസൂൽ പൂക്കുട്ടി. ഈ കേരളത്തിന് പുറത്ത്, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, വിദേശ രാജ്യങ്ങളിൽ ഒക്കെ ഈ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത്. അല്ല, എന്താണ് ഈ റസൂൽ പൂക്കുട്ടി തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ പറയാനുള്ള ആധികാരികമായ തെളിവുകളോ അല്ലെ കാരണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളിൽ? ഞാൻ ഇതിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്, റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ 2010 ന്യൂയോർക്ക് കേന്ദ്രമാക്കി അത് പ്രഗതി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കോളേജിന്റെ CMDയും പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ ഇന്ദിര രാജൻ, അദ്ദേഹം ഈ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ആണ്. അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഈ റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെടുത്തി ന്യൂയോർക്കിൽ പോലും ഈ റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെടുത്തി ഈ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ന്യൂയോർക്കിൽ പോലും പറയുവാനിടയായ സാഹചര്യം എനിക്ക് എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അവിടെ ഒരു ഫംഗ്ഷൻ വെക്കുക, ഒരുപക്ഷെ ന്യൂയോർക്കിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല മേഖലകളിലും റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഫണ്ട് കളക്ട് ചെയ്യുകയോ ഫണ്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആരുടെയെങ്കിലും സോഴ്സിൽ നിന്നും ഫണ്ടുകൾ അവിടെ ഈ ഫൗണ്ടേഷനിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന പ്രവണതകൾ കാലങ്ങളായി നടന്നുകൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്നതാണ് എനിക്കൊരു പക്ഷേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ, അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ ഒരുപക്ഷെ കേരള ഗവൺമെന്റിനെയും അതുപോലെ തന്നെ പുനലൂരുള്ള, അദ്ദേഹത്തിന്റെ ജന്മനാടായ പുനലൂരുള്ള ജനങ്ങളെയും ഒരുപക്ഷെ റസൂൽ പൂക്കുട്ടി ഈ ഫൗണ്ടേഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. കാരണം അത്തരത്തിൽ ഞാൻ പറയാനുണ്ടായ കാരണം ആധികാരികമായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, റസൂൽ പൂക്കുട്ടിയുടെ ജന്മനാട് കേരളത്തിലെ പുനലൂരാണ്. പുനലൂര് വിളക്കുപാറ എന്ന് പറയുന്ന പ്രദേശത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വിളക്കുപാറ എന്ന പ്രദേശത്തെ സമീപ പ്രദേശങ്ങളാണ് അഞ്ചൽ, അതുപോലെ തന്നെ ഇടമുളയ്ക്കൽ, കരവാളൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന 5ഓളം ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഏരൂർ, സമീപ പ്രദേശ ഗ്രാമപഞ്ചായത്തുകളായ അഞ്ചൽ, ഇടമുളയ്ക്കൽ, കരവാളൂർ, അലയമൻ തുടങ്ങി ഈ പറഞ്ഞ 5 ഗ്രാമപഞ്ചായത്തുകളുടെയും അധീനത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ്. തദ്ദേശ ഭരണ സംവിധാനങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. ആ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഈ 5 ഗ്രാമപഞ്ചായത്തുകളുടെ ആരോഗ്യ മേഖലയിലേക്ക്, ആ ആരോഗ്യ മേഖലയെ അത്യുന്നത ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാമ്പത്തികമായി അവരെ സഹായിക്കാമെന്നും ആ സഹായത്തിന് നേതൃത്വം കൊടുക്കുവാൻ അതാത് തദ്ദേശ ജനപ്രതിനിധികളെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും അത് കൃത്യമായി അവർ അതിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികൾ, അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, അദ്ദേഹം കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കൊടുത്ത വാഗ്ദാനം എന്ന് പറഞ്ഞത് നമ്മൾ ആരും കേട്ടാൽ ഞെട്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞെട്ടിയെന്നാണ് എന്റെ അറിവ്. കാരണം 2021 കോവിഡാനന്തര കാലഘട്ടം പുനലൂരിലെ MLA ശ്രീ PS സുബാലിനെയും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളെയും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ നേതൃത്വത്തിൽ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തകരും റസൂൽ പൂക്കുട്ടിയും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കാണുവാൻ പോയി. കോവിഡുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ രാജ്യവും ലോകവും. ആ സമയത്താണ് റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നത്. ഈ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ കരാറിൽ ഒപ്പിട്ടു. അല്ല, ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള റസൂൽ പൂക്കുട്ടി വെച്ചിരിക്കുന്ന കരാർ എന്താണ്? അതിന്റെ ഒരു ബേസ് എന്താണ്? അതിന്റെ ബേസ്, ഈ കരാറിന്റെ ബേസ് എന്ന് പറയുന്നത്, റസൂൽ പൂക്കുട്ടി പുനലൂർ നിയോജക മണ്ഡലത്തിലെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 5 ഗ്രാമപഞ്ചായത്തുകൾക്ക്, ഈ 5 ഗ്രാമപഞ്ചായത്തുകളുടെ ആരോഗ്യ മേഖലയിലെ പുരോഗതി, ആരോഗ്യ മേഖലയിലെ ഉന്നമനം, ഈ ഉന്നമനത്തിന് വേണ്ടി പുള്ളി 28 പ്രാഥമിക ആരോഗ്യ കേന്ദ്ര സബ് സെന്ററുകൾ നൽകാമെന്ന് പറഞ്ഞു റസൂൽ പൂക്കുട്ടി. കരാർ ഒപ്പിട്ടത് അങ്ങനെയാണ്. അതിനുശേഷം സബ് സെന്ററുകൾക്ക് ശേഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കെട്ടിടം നിർമ്മിക്കാമെന്ന് പറഞ്ഞു.
അതിനുശേഷം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുതുതായി നിർമ്മിച്ച് ഈ പറയുന്ന 28 സബ് സെന്ററുകൾക്ക്, ഈ പറയുന്ന 4 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക്, ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, മൊത്തത്തിൽ 33 ആരോഗ്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുവാനും അതുപോലെ തന്നെ അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വാങ്ങുവാനും സാമ്പത്തികം നൽകാമെന്ന് പറഞ്ഞാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുമായി, ആരോഗ്യമന്ത്രിയുമായി, പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ഒപ്പിട്ടത് ആ ഡേറ്റാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊരു ധാരണാപത്രത്തിലേക്ക് ഒപ്പിട്ടാൽ ഏകദേശം 1-2 വർഷത്തിനുള്ളിലേക്ക് പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ തട്ടിപ്പ് മനസ്സിലാക്കേണ്ടത്. 2021 നമുക്കറിയാം, ലോകം മുഴുവനായി കോവിഡ് പിടിപെട്ട് ലോകം മുഴുവനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 2021 ഫെബ്രുവരി 24 തീയതിയാണ്, ആ ഒരു കാലയളവിലാണ് ഈ കരാറിൽ ഒപ്പിടുന്നത്. ഇന്ന് 2025 അടുത്ത മാസം ഫെബ്രുവരി ആകുമ്പോൾ ഏകദേശം 4 വർഷം പൂർത്തീകരിക്കുകയാണ്. 4 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ ജന്മനാട്ടിലെ ആശുപത്രികൾക്ക് റസൂൽ പൂക്കുട്ടി ആധുനികവൽക്കരിക്കുന്നു എന്ന കരാർ ഒപ്പിടുന്നത് കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന്റെ രേഖയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ജന്മനാട്ടിൽ 33 ആശുപത്രി റസൂൽ പൂക്കുട്ടി ആധുനികവൽക്കരിക്കുന്നു 2021 ഫെബ്രുവരി 24. അതെ, ഇത് ഇത്രയും വർഷമായിട്ട് ഇതെന്താണ് പെൻഡിങ് ആവുള്ളത്? അതിനെക്കുറിച്ച് ഒരു ജനങ്ങളെ എങ്ങനെ, നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ജനങ്ങളെ എങ്ങനെ ഇത് കബളിപ്പിക്കപ്പെട്ടു, ഭരണകർത്താക്കളെ എങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കണക്ക് സാധാരണ ഗ്രാമപഞ്ചായത്തുകൾ അവിടെ ഹോസ്പിറ്റലുകളും സബ് സെന്ററുകളൊക്കെ പണിയാൻ തനത് ഫണ്ടുകൾ വളരെയധികം കിട്ടുവാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ വന്ന് 250 കോടി രൂപ നൽകാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാവപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ വളരെയധികം ആനന്ദത്തിൽ നിൽക്കുന്ന ഒരു സമയം അവർ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ കൂടിയിട്ട്, അപ്പൊ എന്റെ ഉദാഹരണം പറയുന്നത് എന്റെ ഗ്രാമപഞ്ചായത്തായ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, ആ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സബ് സെന്ററുകളുടെ എണ്ണം 4 ഒന്ന് ആയൂർ, മധുരപ്പ, ഒരു സബ് സെന്റർ പെരുമണ്ണൂർ, ഒരു സബ് സെന്റർ വെള്ളൂർ വാർഡ്. അങ്ങനെ ഈ 4 വാർഡുകളാണ് സബ് സെന്ററിന്റെ. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ആ പ്രദേശത്തെ ജനങ്ങളെ മുൻനിർത്തി, ആ പ്രദേശത്തെ പൊതുപ്രവർത്തകരെ മുൻനിർത്തി ഈ പ്രദേശത്ത് ഈ പറയുന്ന കെട്ടിടം നിർമ്മിക്കുവാൻ മാത്രമേ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ പൈസ നൽകത്തുള്ളൂ. അവിടെ ഭൂമി കണ്ടെത്തണം. ഈ ഭൂമി കണ്ടെത്തണമെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധിയും ആ പ്രദേശത്തെ ജനങ്ങളുടെയും ഒരു പൊതുവായ ആവശ്യമാണല്ലോ ഇത്. ഒരു പൊതുവായ ആവശ്യമാണ്. ഈ പൊതുവായ ആവശ്യത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി ആ പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് അവിടുത്തെ വാർഡ് മെമ്പർമാരും ജനപ്രതിനിധികളും സാമ്പത്തികം കളക്ട് ചെയ്യാൻ തുടങ്ങി. പല പ്രദേശങ്ങളിൽ നിന്നും 7-8 ലക്ഷം രൂപ സാമ്പത്തികം കണ്ടെത്തി. ഞാൻ ഈ പറയുന്ന വെള്ളൂർ, അതുപോലെ തന്നെ പെരുമണ്ണൂർ, അതുപോലെ തന്നെ മധുരപ്പ എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള വാർഡുകളിലെ ജനപ്രതിനിധികളും നാട്ടുകാരും അവരുടെ തീക്ഷ്ണമായ പ്രവർത്തനത്തിന്റെ ഫലമായി പൈസ കണ്ടെത്തി. അവർ 3 സെന്റ് ഭൂമി വെച്ച് വാങ്ങി പഞ്ചായത്ത് സെക്രട്ടറിക്ക് രജിസ്റ്റർ ചെയ്തിട്ട്, ഈ ഭൂമിക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നേക്ക് 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 2.5 വർഷം ഈ പറയുന്ന 7-8 ലക്ഷം രൂപ ജനങ്ങളുടെ സാമ്പത്തികം കണ്ടെത്തി 3 സെന്റ് ഭൂമി വാങ്ങി ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറിക്ക് മേൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് 2.5 വർഷക്കാലം ആ ഭൂമി വെറുതെ കിടക്കുകയാണ്. എങ്ങനെ അവിടെ പണിയാൻ കഴിയും? റസൂൽ പൂക്കുട്ടിയുടെ ഫണ്ട് വരും എന്ന് കരുതിയാണ് ഇവരിങ്ങനെ വാങ്ങിയത്. റസൂൽ പൂക്കുട്ടിയുടെ ഫണ്ട് വരുമെന്ന് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിൽ നിന്നും അറിയിപ്പുണ്ടാകുന്നു. പത്രത്തിൽ നോക്കുമ്പോൾ റസൂൽ പൂക്കുട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. പിന്നെന്തിനാ വിശ്വസിക്കണം? ഈ ജനങ്ങൾ പിന്നെന്തിനാ വിശ്വസിക്കണം? അവർക്ക് കിട്ടുന്നത് ഒരു സബ് സെന്ററാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു സബ് സെന്ററാണ്. അവർക്ക് ആരോഗ്യ മേഖലയെ കുറിച്ച് അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിന്, അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തൊട്ടടുത്ത സബ് സെന്ററിൽ പോകുന്നതിന് ജനങ്ങളൊരു സാമ്പത്തികം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ തീർച്ചയായും എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കും. ഇത് ജനങ്ങളെയും പറ്റിച്ച് രാഷ്ട്രീയക്കാരെയും അല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറ്റിച്ചേക്കുവാണ് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് എന്ന് പറയാം, പച്ചയായ തട്ടിപ്പ്. ഈ റസൂൽ പൂക്കുട്ടി നടത്തിയിരിക്കുന്ന തട്ടിപ്പിന്റെ ഒരാഴം നമ്മൾ മനസ്സിലാക്കിയാൽ, ഇതിന്റെ പേരിൽ വിദേശ രാജ്യങ്ങൾക്കെല്ലാം ഫണ്ട് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇതിന്റെ ആഴം മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്, വഞ്ചന നടത്തിയിരിക്കുന്നത് കേരള ഗവൺമെന്റിനോടാ. ഈ ധാരണാപത്രം ഒപ്പിട്ടു. രണ്ടാമത്തെ വഞ്ചന നടത്തിയിരിക്കുന്നത് നാം പറയുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് അധീനതയിൽ വരുന്ന ഈ ഗ്രാമപഞ്ചായത്തുകളെയാണ്. ആ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെയാണ്.
ഓർക്കണം, സ്വന്തം ജന്മനാടായ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഈ പരിധി അധീനയിൽ വരുന്നതാണ്. സ്വന്തം ജന്മനാടിലെ ജനങ്ങളോടും ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടിയുള്ള വസ്തു വാങ്ങിയോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷേ ഈ പറയുന്ന ഏരൂർ ഗ്രാമപഞ്ചായത്തിന് സബ് സെന്റർ അനുവദിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഇതിന്റെ ഫണ്ട് വിനിയോഗിച്ചായിട്ട് അറിയാം? ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തി. ഞാൻ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഈ സബ് സെന്റർ അനുവദിച്ച പ്രദേശത്തെ വാർഡ് മെമ്പറുമായിട്ട് വന്ന് ബന്ധപ്പെട്ടു. അവർ 2.5 വർഷമായി കാത്തിരിക്കുകയാണ്. നാളിതുവരെയായി അതിന്റെ തറക്കല്ലിടീനോ അല്ലെങ്കിൽ കുറ്റിയടിക്കാനോ ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷനിൽ നിന്നും 1 രൂപ പോലും നാളിതുവരെയായി നൽകിയിട്ടില്ല. 1 രൂപ പോലും നാളിതുവരെയായി നൽകിയിട്ടില്ല. മറ്റു പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയുവാൻ കഴിഞ്ഞത് ഈ പറയുന്ന 28 സബ് സെന്ററുകൾക്കോ ഈ പറയുന്ന 4 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കോ 1 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനോ 1 രൂപ പോലും റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷൻ നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു വിശാലത എന്ന് പറഞ്ഞാൽ ഇതിപ്പം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് സർക്കാരിലേക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കൂ എന്നും മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പക്ഷെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒരാളുടെ വാക്ക് കേട്ടു. കാരണം ഇതൊക്കെ ബ്രാൻഡിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, ബ്രാൻഡിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസ്കാർ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഓസ്കാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വെച്ചിട്ട് ആ ബ്രാൻഡ് വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഈ ഒരു പേപ്പറൊക്കെ കൊണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ചിലപ്പോ കോടാനുകോടി രൂപ ചിലപ്പോ വിദേശ രാജ്യങ്ങളെ കളക്ട് ചെയ്തതാണ്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞാലേ നിങ്ങൾ ചോദിച്ച കറക്റ്റ് ആണ്. നമുക്കറിയാം, ദാണ്ടെ ഇത് എന്റെ കയ്യിലിരിക്കുന്നത് എന്റെ മുഖ്യമന്ത്രിയുമായി ഒരുമിച്ചിരിക്കുന്ന ഈ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപായി മുഖ്യമന്ത്രിയുമായി നമ്മുടെ പൊന്നൂർ നിയോജകമണ്ഡലത്തിലെ MLA, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട അവതരണത്തിന് വേണ്ടി പോയ സമയത്തെ ഫോട്ടോ ആണിത്. ഈ ഫോട്ടോ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലും ഇത് അവതരിപ്പിച്ച് റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷനിലേക്ക് സാമ്പത്തികം കണ്ടെത്തുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ വിജിലൻസോ ഇത്തരത്തിൽ റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷനിൽ അനധികൃതമായ സാമ്പത്തികം വരുന്നുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടത്. മാത്രമല്ല, ഈ ഫണ്ട് എവിടെ പോയി? ഇതിന് കളക്ട് ചെയ്ത ഈ 3 വർഷ കാലാവധി 2021 4 വർഷത്തോളം ഏകദേശം ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. എന്നിട്ടും ഈ ഒരു ഫണ്ട് എവിടെയാണ്? ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ട് എവിടെ പോയി? ഇത് ഏത് ബാങ്കിലുണ്ട്? ഈ ഫണ്ട് ഏത് അക്കൗണ്ടിലാണ് എന്നൊന്നും യാതൊരുവിധ രേഖയും ഇവിടെ അതാ പറയുന്നത്. കേരള ഗവൺമെന്റ് തീർച്ചയായും ഇത് അന്വേഷണ വിധേയമാക്കണം. കാരണം ഗവൺമെന്റ് വഞ്ചിച്ചൊരു കാര്യമാണ്, വാക്കാൽ പറഞ്ഞതല്ല. പിണറായി വിജയൻ ഏത് കാര്യത്തിലാണ് മിണ്ടുന്നത്? ഏതെങ്കിലും ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പിണറായി വിജയൻ എന്തെങ്കിലും നല്ല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു തട്ടിപ്പാണ്. കാരണം ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ട് ഇവര് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇംഗ്ലീഷുകാരൊക്കെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളവരാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവര് കാണാനുമില്ല, ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വരാനുമില്ല. ഇത് എന്താണ് ഒരു പോംവഴി? എന്താണ് ഇതിന് യഥാർത്ഥത്തില് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചതിന്, സർക്കാരിനെ കബളിപ്പിച്ചതിന് റസൂൽ പൂക്കുട്ടി കൃത്യമായ അതിന്റെ വിശദീകരണം നൽകണം. റസൂൽ പൂക്കുട്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തുകളിൽ ആനുകൂല്യം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അദ്ദേഹം കൃത്യമായ വിശദീകരണം നൽകണം. അദ്ദേഹം മാത്രം പോലും ഇത് ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് അടുത്ത് ചെന്നിട്ടല്ലേ ഈ ഒരു ധാരണാപത്രം ഒപ്പിടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ 4 വർഷമായി കേരളത്തിന്റെ ഗവൺമെന്റുമായി, കേരള സർക്കാരുമായി, മുഖ്യമന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായും ഒപ്പിട്ടൊരു ധാരണാപത്രം, ആ പത്രത്തിന്റെ ലംഘനം നടത്തിയത് ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ നടപടിക്ക് കേസെടുക്കണം. റസൂൽ പൂക്കുട്ടിക്ക് നടപടി കേസെടുക്കണം. വഞ്ചനാ കുറ്റത്തിനെതിരെ കേസെടുക്കണം. വഞ്ചനാ കുറ്റം ഗവൺമെന്റിനാണ് വഞ്ചിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിയമപരമായിട്ട് എന്തെങ്കിലും സാധൂകരണം ഉണ്ടോ നമുക്ക് പോകാൻ വേണ്ടി? നിയമപരമായിട്ടുള്ള സാധൂകരണം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഇന്ന് ഈ ഫ്ലോറിൽ അല്ലെങ്കിൽ ഈ ചാനൽ അവതരിപ്പിക്കാനുള്ള ഒരു കാരണം, ഈ കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായി അറിയണം, അത് മനസ്സിലാക്കിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരാതി കേരളത്തിൽ വിജിലൻസിന് പരാതി കൊടുക്കും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കും. കേരളത്തിലുമായി ആർക്കാണ് ഇതിനകത്ത് ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആരാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കും. ഓക്കെയാണ്, എൻഫോഴ്സ്മെന്റ് ഓക്കെയാണ്, ഞാൻ ചോദിക്കുന്നതല്ല. ഇതിനകത്ത്
ജനങ്ങൾക്ക് എങ്ങനെ പരാതി കൊടുക്കാനുള്ള ജനങ്ങൾക്ക് തീർച്ചയായും പരാതി കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. ജനപ്രതിനിധികൾക്ക് പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട്. ജനപ്രതിനിധികൾക്ക് ഇതിനകത്ത് വിഷയം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്താണ് വസ്തു വാങ്ങിയത്. അതാണ് പറഞ്ഞ വസ്തു വാങ്ങിയത്. അത് ഇങ്ങനെ ഈ ഒരു കാര്യത്തിനും പറഞ്ഞിട്ട് വസ്തു വാങ്ങിയ ശേഷം ഇത്രയും നാള് യാതൊരു മിണ്ടാട്ടവും ജനങ്ങൾ പ്രതികരിക്കും. ജനങ്ങളാണ് ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ജനങ്ങളായിട്ടും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കരിവാരിക്കേൽക്കുവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ഓസ്കാർ നേടിത്തന്ന ഒരു മഹാനായ വ്യക്തിത്വമാണ്. പക്ഷെ നമുക്ക് ആരോഗ്യ മേഖല ഡെവലപ്പ് ആവട്ടെ. നമ്മൾ ആഗ്രഹിച്ചത് അദ്ദേഹം ഇത്തരത്തിലുള്ള ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ ആരോഗ്യ മേഖലയിലെ ഉന്നമനം, ആരോഗ്യ മേഖല തൊട്ടടുത്ത് നമ്മുടെ വീടിന്റെ സമീപ പ്രദേശം, നമ്മുടെ വാർഡിൽ ഒരു ആരോഗ്യ മേഖല ഒരു സബ് സെന്റർ കൊടുക്കുന്നത് നമുക്ക് എന്ത് ആനന്ദമാണ്, നമുക്ക് എന്ത് സന്തോഷമാണ്. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു പനിയുമായി ബന്ധപ്പെട്ട് ആ സബ് സെന്ററിലോട്ട് പോകാൻ ചിലപ്പോൾ 7, 8, 10 കിലോമീറ്റർ ദൂരപരിധിയിൽ പോയി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന തൊട്ട് സമീപ പ്രദേശം നമ്മളത് സാമ്പത്തികമായിട്ട് കണ്ടെത്തി ഇല്ലെങ്കിലും സാധാരണക്കാരനും എല്ലാവരും കഷ്ടപ്പെട്ട് കൂലിപ്പണിക്കാരനും അവരാൾ കഴിയുന്ന സാമ്പത്തികം കൊടുത്ത് ഈ ഭൂമി വാങ്ങിയിട്ടേക്കുക. ഈ ഭൂമിയിൽ കെട്ടിടമില്ല. കെട്ടിടം കൊടുക്കേണ്ടതാരാ? റസൂൽ പൂക്കുട്ടിയാ. റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷന് 250 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. ആ 250 കോടി ഇല്ല, റസൂൽ പൂക്കുട്ടി ഇല്ല, ഫൗണ്ടേഷനും ഇല്ല. തീർച്ചയായും എന്റെ ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഏതാൾക്കാരും അവരുടെ വലിപ്പമോ ബ്രാൻഡോ കൊണ്ട് ജനങ്ങളെയും അതുപോലെ തന്നെ സർക്കാരിനെയും വഞ്ചിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് ഏത് വലിയ ബ്രാൻഡ്, ഓസ്കാർ ജേതാവായാലും കേരള സംസ്ഥാന തലത്തിലെ ഫിലിം അവാർഡ് കിട്ടിയവരായാലും പൊതുസമൂഹത്തിലെ ഏത് ഉന്നതരായാലും ജനങ്ങളെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെയും വഞ്ചിക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. അതാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും എല്ലാവരും ഈ നാട്ടിൽ അത് ചെയ്താൽ തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കും. കാരണം ഇതുപോലുള്ള തട്ടിപ്പുകൾ സംഘത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ഉപകാരം തൗഫീക്ക്. നിസ്വാർത്ഥമായ മാധ്യമപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുവാൻ ഇത്തരത്തിലുള്ള അവസരം നൽകിയതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നന്ദി. താങ്ക് യു.